അമാലവർണം ഗർഭികരദൂരവലംബരം ദദാനി വപുരളകുലാവൃതാനാബ്ജം വിജയസഖീ രതിരസ്തുമേ അനവദ്യം. അന്ത്യകാലമാകുമ്പോൾ ശരീരത്തിൽ നിന്ന് ചൈതന്യം വേർപെട്ടു പോകേണ്ട കാലമാകുമ്പോൾ സകാൽ ഗുരുവായൂരപ്പനിൽ നമ്മുടെ മനസ്സ് വയ്ക്കണം. ആ നീലശ്യാമള കോമള രൂപം ഗുരുവായൂരപ്പന്റെ ചുരുൾമുടിയും ദിവ്യമായ മൈപ്പിയും വിടർന്ന നെറ്റിത്തടവും ആ നെറ്റിത്തടത്തിലെ മനോഹരമായിരിക്കുന്ന കോപ്പിക്കുറിയും സുന്ദരമായ പുലികങ്ങളും ഉയർന്ന നാസികയും താമരതളം പോലെ വിടർന്ന കണ്ണുകളും കൺപീലികളും ചുണ്ടിലൂറുന്ന പുഞ്ചിരിയും ഗുരുവായൂരപ്പന്റെ രണ്ട് കാതുകളും കാതിലെ കുണ്ടലങ്ങളാൽ ശോഭിക്കുന്ന കവിൾക്കടങ്ങളും പീതാംബര ഉത്തരീയവും വനമാലകളും തുളസിമാലകളും രണ്ട് കൈകളും കൈപ്പട്ടകളും കൈവളകളും വിരൽമൂതിരങ്ങളും ആ ഓടക്കുഴലും ഭഗവാന്റെ ദിവ്യമായ യജ്ഞോപവീതം ആ പൂർണ്ണമൂലും ഉത്തമമായി ധരിച്ചിരിക്കുന്ന ആ പീതാംബര ഉടയാളിയും കാൽച്ചിലങ്കയും വിരൽനിരകളും നിരശ്യാമള കോമളമായിരിക്കുന്ന രൂപം എൻ്റെ മനസ്സിലെപ്പോഴും ഉറച്ചിരിക്കുവാൻ കൃഷ്ണ നീ അനുഗ്രഹിക്കണേ. ഇത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ സുന്ദര രൂപം അന്ത്യകാലമാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കുവാനിടയാവണേ കൃഷ്ണദാമകൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പറയാനെന്നറിയുമോ? ഭഗവാനെ അവിടുന്ന് 3 ലോകത്തിലും വെച്ച് കമനീയമായിരിക്കുന്ന നിറത്തോടുകൂടി സൂര്യന്റെ നിറം പോലെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന പീത നിറമുള്ള വസ്ത്രത്തോടും കൂടി കുറുനിരകളാൽ നെറ്റിക്കുമീതെ മറയ്ക്കപ്പെട്ടതുമായിരിക്കുന്ന ശരീരത്തെ ധരിച്ചിരിക്കുന്ന വിജയന്റെ സഖാവേ, അർജുനന്റെ സഖി ജയസഖേ രതിരസ്തുമേനവദ്യ, ആ സ്വരൂപത്തിൽ എനിക്ക് ആ ദോഷമില്ലാത്തതായിട്ടുള്ള പ്രേമം ഭവിക്കണേ കൃഷ്ണ. വിഷ്ണുദാമം പ്രാർത്ഥിക്കുക. എങ്ങനെ വേണം? ആ സ്വരൂപത്തെ അന്ത്യകാലമാകുമ്പോൾ നമുക്ക് വിചാരം ചെയ്യുവാനായിട്ട് ഇടയാവണം. അന്ത്യകാലം ഏതാണെന്ന് നമ്മൾ കേട്ടു. എപ്പോഴാണോ ശരീരത്തിൽ ചൈതന്യം വേർപെട്ടു പോകുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത കാലമാണ് അന്ത്യകാലം. അതിപ്പോൾ തന്നെയാണ് ഈ അന്ത്യകാലം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? സദാ ഗുരുവായൂരപ്പന്റെ രൂപത്തെ മനസ്സിൽ വിചാരം ചെയ്യണം. ഇനി അടുത്ത ശ്ലോകം പറയാം. ഈ ഭഗവാന്റെ സുന്ദര രൂപങ്ങളെ ഈ ശരശയിൽ കിടന്നുകൊണ്ട് വിഷ്ണുദാമനം വർണ്ണിക്കുക. എങ്ങനെയാ പറയാ? മമ നിശിതശരീ വിഭിദ്യമാന കവചേസ്തു കൃഷ്ണാത്മാ